ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് അഗൈൻ ടു ഈസി ഫുഡ്സ്. ഇന്ന് ഷവർമ റെസിപ്പിയാണ് ഇടുന്നത്. കുറേ ദിവസമായി ഞാനിതിനുള്ള പ്രിപ്പറേഷൻസ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നു. അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ഫാസ്റ്റായിട്ട് അതും കൂടെ ഒരുമിച്ച് കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടവർ പ്രത്യേകം വീഡിയോസ് കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടെ പ്രസ് ചെയ്യണം. ഷവർമക്ക് വേണ്ടി ആദ്യം ഒന്ന് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ബ്രസ്റ്റ് പീസ് ഇതുപോലെ സ്ലൈസാക്കി മുറിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചെറിയ ജീരകപ്പൊടി, കറുവപ്പട്ടപ്പൊടി, കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, പാപ്രിക്ക, ഉപ്പ്, വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, തക്കാളി പേസ്റ്റ്, വിനാഗിരി, നാരങ്ങാ നീര്, അല്പം ഒലിവ് ഓയിൽ എല്ലാം കുറേശ്ശെ ഇട്ടുകൊടുത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നിങ്ങളുടെ അടുത്ത് പാപ്രിക്ക പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറോ അതല്ലെങ്കിൽ ഗ്രീൻ ചില്ലി പേസ്റ്റോ ഉപയോഗിക്കാം. ഇത് മരിനേറ്റ് ചെയ്തിട്ട് 2 മണിക്കൂറെങ്കിലും വെക്കണം. ഇതിലേക്ക് ചെറുതായിട്ട് നമുക്ക് ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. അതല്ലെങ്കിൽ വെയിറ്റുള്ള എന്തെങ്കിലും ഒരു ഉടൻ പത്തിരി റോൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഒരു പീസ് ഗ്രില്ല് ചെയ്യാൻ ഓവനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു പീസ് ഞാനിതുപോലെ റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് സെക്യൂറായിട്ട് നല്ല ഫോയിൽ പേപ്പറിൽ കവർ ചെയ്യണം. ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടി ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാനുള്ളൊരു ടിപ്പ് കൂടിയാണിത്. ഹൈ പവറിൽ ചൂടാക്കി അയൺ ബോക്സ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്താൽ നമുക്ക് നല്ല ഗ്രിൽ ചിക്കൻ പോലെ തന്നെ കിട്ടും. ബോൺലെസ് ചിക്കൻ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വളരെ സ്ലൈസ് ആയിട്ടാണ് ഇവിടെ ചിക്കൻ പീസ് എടുത്തിട്ടുള്ളതും. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഗ്രില്ലായി കിട്ടിയത്. ഇനി അടുത്തത് നമുക്ക് ഗാർലിക് മയോണൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തണുത്ത വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്റ്റവ് ഓൺ ചെയ്യാൻ പാടുള്ളൂ. ചെറിയ തീയിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കട്ടകെട്ടാണ്ട് കുറുക്കിയെടുക്കണം. ഇനി നന്നായിട്ട് തിക്കായിട്ട് വരുന്നുണ്ട്. തിക്കായിരുന്നതിന് മുമ്പ് തന്നെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ചോപ്പറിലേക്ക് ഞാനിവിടെ 8 വെളുത്തുള്ളിയും ഒരല്പം വിനാഗിരിയും അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 4ഓ 5ഓ ആയിട്ട് കുറച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ തണുപ്പിക്കാൻ വെച്ച കോൺഫ്ലോർ മിക്സും കൂടെ ചേർത്തിട്ട് വീണ്ടും ചോപ്പ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സായി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒലിവ് ഓയിൽ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആദ്യം തന്നെ ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒലിവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സിങ് പെർഫെക്റ്റ് ആവണം. ഇതുപോലെ ശരിക്കുള്ള മയോണൈസിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ ഗാർലിക് മയോ ഉണ്ടാക്കിയെടുക്കാം. ഇനി അടുത്തത് ഷവർമ സോസ് ഉണ്ടാക്കിയെടുക്കാം. വെറും തൂമോ അല്ലെങ്കിൽ മയോണൈസോ ഉപയോഗിച്ചാലൊന്നും ഷവർമയിലേക്ക് ആ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടില്ല. ഷവർമ സോസ് തന്നെ ഉപയോഗിക്കണം. ഷവർമ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് വെളുത്ത എള്ള് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബ്രൗൺ കളർ ആവുന്നവരെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടില്ല. ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഗാർലിക് മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് 1/4 കപ്പോളം തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി നിങ്ങൾക്ക് എള്ള് ആദ്യം തന്നെ ഇതുപോലെ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം എള്ളൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഉപ്പിൻ്റെയോ നാരങ്ങനീരിൻ്റെയോ കുറവുണ്ടെങ്കിൽ അതൊരല്പം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് ഷവർമ സോസ്. ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് ഷവർമ സോസ് ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ ഷവർമയിൽ ഒഴിക്കുമ്പോൾ നല്ല ലൂസായിട്ട് പോവും. ഇതായിട്ട് ഷവർമക്ക് വേണ്ടി റൊട്ടി ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ റുമാലി റൊട്ടി ഉണ്ടാക്കിയിട്ട് അതിലാണ് ഷവർമ ഉണ്ടാക്കിയത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയും ആവശ്യമായ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം റിഫൈൻഡ് ഓയിലും ഇളം ചൂടുള്ള പാലും ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പാല് ചേർത്തിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഒട്ടും ഹാർഡായി പോവരുത്. ഇച്ചിരി സോഫ്റ്റ്നെസ് കൂടിയാലും കുഴപ്പമില്ല. ഇനി ഇത് 1 മണിക്കൂറോളം നമുക്കൊരു നനഞ്ഞ തുണി കവർ ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കണം. 1 മണിക്കൂറിന് ശേഷം വീണ്ടും എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ ഷവർമക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് കുറച്ച് കനത്തിലാണ് പരത്തിയിട്ടുള്ളത്. ശരിക്കും റുമാലി റൊട്ടി വളരെ തിന്നാണ്, ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഷവർമക്ക് വേണ്ടിയിട്ടല്ല റുമാലി റൊട്ടി ഉണ്ടാക്കുന്നതെങ്കിൽ വളരെ തിന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ പരത്തിയെടുക്കുക. സൈഡൊന്നും ഒട്ടും കനം പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത്രയും തിന്നായിട്ട് ഷവർമ കവർ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാനിവിടെ കുറച്ച് കട്ടി കൂട്ടിയത്.
ഇനി ഇതുപോലെ ഒരു മൺപാത്രത്തിൻ്റെ മുകളിലാണ് ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് പോട്ട് നന്നായിട്ട് ചൂടാക്കി അതിലേക്കൊരല്പം ഉപ്പുവെള്ളം ചേർത്ത് കൊടുത്തു. അപ്പോഴേ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ റൊട്ടി കിട്ടുകയുള്ളൂ. ശരിക്കും ഇത് കടായിൻ്റെ മുകളിലിട്ടിട്ടാണ് ഉണ്ടാക്കാറ്. നല്ല കട്ടിയുള്ള ചൈനച്ചട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ മുകളിലിട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി. ഞാനില്ലാത്തതുകൊണ്ട് മൺപാത്രം യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എഡ്ജസൊക്കെ നന്നായി ഫോൾഡ് ചെയ്തിട്ടിട്ട് വേവിച്ചെടുക്കണം. ഈ ഒരു കനമുള്ളത് ഷവർമ്മക്ക് വേണ്ടിയിട്ടാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കനം കുറച്ച് ഒറിജിനൽ റുമാലി റൊട്ടീൻ്റെ ടെക്സ്ചർ തന്നെ പരത്തിയെടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷവർമ്മ മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ തക്കാളി ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ലെറ്റ്യൂസ് അരിഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗ്രില്ല് ചെയ്ത ചിക്കനും ചെറുതായിട്ട് മുറിച്ച് വെക്കുന്നുണ്ട്. ഷവർമ്മയിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ലെറ്റ്യൂസ് തന്നെയാണ്. നാട്ടിൽ കൂടുതലായിട്ട് ക്യാബേജ് ഉപയോഗിക്കുന്നത് കാണാം. എനിക്ക് തോന്നുന്ന വില കൂടുതൽ നോക്കിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്യാബേജ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു സ്മെല്ല് വരുമ്പോഴേക്കും ഷവർമ്മൻ്റെ ഒരു ഫ്ലേവർ തന്നെ മാറിപ്പോണ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് ചൈനീസ് ക്യാബേജ് എന്ന് പറഞ്ഞിട്ട് ലെറ്റ്യൂസ് പോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു സംഭവമുണ്ട്. അത് ചേർത്ത് കൊടുത്താലും ഏകദേശം ലെറ്റ്യൂസിൻ്റെ ഒരു ഫ്ലേവർ തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ മിക്സ് ഷവർമ്മ റൊട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഷവർമ്മ സോസ് ചേർത്ത് കൊടുക്കാം. ഗാർലിക് മയണീസിൻ്റെയും ഷവർമ്മ സോസിൻ്റെയും റുമാലി റൊട്ടിയുടെയും വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്നുള്ളവർക്ക് വീഡിയോ ഒന്ന് പോയി കാണുക. പിന്നീട് ഇതിലേക്ക് ഉപ്പിലിട്ട ക്യാരറ്റും കുക്കുംബറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഇതിൻ്റെ മുകളിലേക്കായിട്ട് പൊട്ടാറ്റോ ഫ്രൈസും വെച്ചെടുക്കുന്നുണ്ട്. ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ വീഡിയോയുടെ അവസാനം കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ഉണ്ടാക്കാൻ അറിയാത്തവർ പോയി ഉണ്ടാക്കി നോക്കുക. ഫ്രീസറിൽ സൂക്ഷിക്കാനും പറ്റും. നിങ്ങളിങ്ങനെയല്ല ഷവർമ്മ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഷവർമ്മയുടെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇൻഷാ അല്ലാഹ് മറ്റൊരു ഈസി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.